ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് SIT. കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടത് തന്ത്രിയാണെന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്ന കണ്ടെത്തലാണ് SIT നടത്തിയത്. മഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന പത്മകുമാറിന്റെ വാദത്തിന് തെളിവില്ലെന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചു. പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ചെന്നൈക്ക് കൊടുത്തുവിടുന്നതിൽ തന്ത്രിയുടെ അഭിപ്രായം തേടിയില്ലെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. പത്മകുമാർ അടക്കമുള്ള പ്രതികൾ ലക്ഷ്യമിട്ടത് വൻ കൊള്ളയെന്നും SIT കണ്ടെത്തൽ. TV പ്രസാദിന്റെ വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്, നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലാണോ, അതായത് പത്മകുമാറിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നത് അല്ലേ? ഉറപ്പായും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം വളരെ പ്രധാനമാണ്. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് തന്ത്രിയിലേക്ക് അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള അല്ലെങ്കിൽ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളതായിരുന്നെങ്കിൽ, പക്ഷേ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് തന്ത്രിക്ക് അതിൽ മറ്റ് റോളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റു ഗുരുതരമായ കാര്യം ഇതിലുള്ളത് പ്രതികൾ കൂടുതൽ സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നു എന്ന തെളിവിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം വരുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ ഭാഗമായിട്ടുള്ള വാതിൽ, കട്ടിളപ്പടി, ദ്വാരപാലകർ തുടങ്ങി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം സ്വർണം എടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയിരുന്നു എന്ന കണ്ടെത്തലിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. ആ അന്വേഷണം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ തൊണ്ടി മുതലാണ്. ആ തൊണ്ടി മുതൽ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് സംബന്ധിച്ച് തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. കാരണം തൊണ്ടി മുതൽ ഈ കേസിൽ ഏറെ നിർണായകവുമാണ്. തൊണ്ടി മുതൽ കൊണ്ടുപോയ രണ്ടുപേരെ ഇതുവരെയും SIT കാര്യമായി ചോദ്യം ചെയ്തതുമില്ല. ഒന്ന് രമേശ് റാവുവും രണ്ട് അനന്ത സുബ്രഹ്മണ്യനുമാണ്. രമേശ് റാവുവിനെ അടുത്ത ആഴ്ച വിളിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കടത്തിയത്. അവർ ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയി എന്നുള്ളതാണ് നേരത്തെ ദേവസ്വം വിജിലൻസും കണ്ടെത്തിയിരുന്നത്. പക്ഷേ ആ രീതിയിലേക്ക് ഒരു അന്വേഷണം കാര്യമായി അവിടെ നടന്നില്ല എന്നുള്ളതാണ്. അതായത് ബാംഗ്ലൂർ വഴി ഹൈദരാബാദിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്തിനാണ് ഇത്രയും ദിവസം 39 ദിവസത്തിലേറെ ഇത് കറങ്ങി നടന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതിന് മറുപടിയും ഇതുവരെ കിട്ടിയില്ല. മറ്റൊരു പ്രതിസന്ധി അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ളത് VSSCയുടെ റിപ്പോർട്ടാണ്. VSSCയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും വാതിലിൻ്റെയും എല്ലാം അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള ഒരു പരിശോധന അന്ന് നടത്തിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അത് ഉള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന കാര്യത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വരൂ. അങ്ങനെയെങ്കിൽ അത് സ്വർണം വേർതിരിച്ചെടുത്തതല്ല, ഒരുപക്ഷെ അങ്ങനെ തന്നെ എവിടേക്കെങ്കിലും വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ റോത്തം ജ്വല്ലറിയിൽ നടത്തിയ പരിശോധനയിൽ, റോത്തം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലെല്ലാം സ്വർണം കണ്ടെത്തിയിരുന്നെങ്കിലും അന്നത് ശബരിമലയിൽ നിന്ന് പോറ്റി കൊടുത്ത സ്വർണമാണ് എന്നാണ് ഗോവർദ്ധൻ മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ അതല്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ശബരിമലയിലെ സ്വർണവും സ്വർണ്ണപ്പാളികളും എവിടേക്കാണ് പോയത് എന്നതിൻ്റെ ഉത്തരത്തിലേക്ക് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്താനുമായിട്ടില്ല. ഇനി അടുത്ത ഘട്ടം എന്നുള്ളത് അതായിരിക്കും എന്നാണ് കരുതുന്നത്. ഓക്കെ, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്നാണ് SITയുടെ കണ്ടെത്തൽ.